ഈ കേരളത്തിലെ ഈ സ്വകാര്യ ബസ് വ്യവസായം സാമ്പത്തികമായിട്ട് തകർന്നുകൊണ്ടിരിക്കുക. അപ്പോൾ നിങ്ങൾക്കറിയാം, ഒരു കാലത്ത് ഒരു 25 വർഷം മുമ്പ്, അതായത് 2000-2005 കാലഘട്ടത്തിനിടയിൽ കേരളത്തിൽ 34,000 സ്വകാര്യ ബസ് ഉണ്ടായിരുന്നു. ഈ 34,000 സ്വകാര്യ ബസ്സുകൾ ഇന്ന് ഇപ്പോൾ 8,000 ആയി ചുരുങ്ങിയിരിക്കുക. ഇപ്പോൾ ഈ കൊറോണയ്ക്ക് മുമ്പ് 2019-2020 വരെ അതൊരു 14,000-15,000 ഒക്കെ ഉണ്ടായിരുന്നത് ഇപ്പോൾ അത് പിന്നെയും കുറഞ്ഞ് 8,000 ആയിരിക്കുക. അത് മാറി മാറി വരുന്ന സർക്കാരുകളുടെ തെറ്റായ ഗതാഗത നയം കാരണമാണ് അത് തകരാൻ കാരണം. ഇതിനിടയിലാണ് ഞങ്ങൾ 30-40 വർഷമായിട്ട് സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ബസ്സുകളുടെ പെർമിറ്റുകൾ KSRTCക്ക് വേണ്ടി പിടിച്ചെടുക്കുക. ഒരു വർഷത്തിൽ 1,672 കോടിയാണ് ഈ 2024-25 വർഷത്തിൽ സംസ്ഥാന ഗവൺമെൻറ് KSRTCക്ക് നഷ്ടം നികത്താൻ കൊടുത്തത്. അങ്ങനെ 1,672 കോടി നഷ്ടം കൊടുത്ത് സർവീസ് നടത്തുന്ന KSRTCക്ക് വേണ്ടി കോടിക്കണക്കിന് രൂപ സർക്കാരിന് മുൻകൂർ നികുതി നൽകുന്ന ഞങ്ങളുടെ പെർമിറ്റുകൾ എടുത്ത് നൽകുക. അതേപോലെ തന്നെ ഇപ്പോൾ 14 വർഷമായിട്ട് ഞങ്ങളുടെ വിദ്യാർത്ഥികളുടെ ടിക്കറ്റ് നിരക്കിൽ ഒരു മാറ്റം വരുത്തിയിട്ടില്ല. ഇപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ, നിങ്ങളൊക്കെ കാണുന്നതാണ്, ഞങ്ങളുടെ ബസ്സുകളിലെ യാത്രക്കാരിൽ 50%-ലധികം, പകുതിയിലധികം വിദ്യാർത്ഥികളാണ്. ഇപ്പോഴും ആ പഴയ ടിക്കറ്റ് നിരക്കാണ് 14 വർഷം മുമ്പുള്ള. 1 ലിറ്റർ ഡീസലിന് 96 രൂപയാണ്. ഈ 96 വിദ്യാർത്ഥികൾ ബസ് കയറി ടിക്കറ്റ് എടുത്താൽ മാത്രമേ ഞങ്ങൾക്ക് 1 ലിറ്റർ ഡീസൽ അടിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ വിദ്യാർത്ഥികളുടെ ടിക്കറ്റ് നിരക്കിൽ വർധന വരുത്താതെ ഇനി ഇത് മുന്നോട്ടുണ്ടാകാൻ കഴിയില്ല. അതേപോലെ തന്നെയാണ് നിങ്ങൾ പത്രമാധ്യമങ്ങൾക്കൊക്കെ അത് അനുഭവം ഉണ്ടാവും. ഈ പോലീസുകാരും MVD ഉദ്യോഗസ്ഥന്മാരും മാറി നിന്നിട്ട് ഫോട്ടോ എടുത്തിട്ട് ഈ ചലാൻ വലിയ പിഴ ഈടാക്കുന്നൊരു സംവിധാനം. ഇങ്ങനെ ഈ ചലാൻ വഴി ഈടാക്കിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ അതുമായി ബന്ധപ്പെട്ട് പ്രതിഷേധ സമരങ്ങളുമായി നിരാഹാര സമരം, അതുപോലെ തന്നെ പ്രതിഷേധ റാലികളും ധർണകളൊക്കെ നടന്നി അവസാനം ഒരു ബസ് സമരത്തിലേക്ക് ഞങ്ങൾ തയ്യാറെടുത്ത് കൊണ്ടിരിക്കുമ്പോഴാണ് ഇപ്പോൾ ഗവൺമെൻറ് മോട്ടോർ വാഹന വകുപ്പ് ഞങ്ങളുടെ തൊഴിലാളികൾക്ക് PCC, അതായത് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. ഞങ്ങളെ ബസ് ഉടമകൾക്ക് RT ഓഫീസിൽ നിന്ന് ഞങ്ങളെ പെർമിറ്റ് പുതുക്കൽ, CF എടുക്കൽ, അതുപോലെ തന്നെ മറ്റ് എന്തെങ്കിലും സേവനങ്ങൾ ലഭ്യമാക്കണമെങ്കിൽ തൊഴിലാളികളുടെ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഉടമകൾ എടുത്ത് RT ഓഫീസിൽ ഹാജരാക്കണമെന്നാണ് ഇപ്പോൾ, അങ്ങനെ ഒരു തിട്ടൂരാണ് ഇപ്പോൾ ഗതാഗത വകുപ്പ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾക്കറിയാം, കേരളത്തിൽ ഈ അന്യ സംസ്ഥാന തൊഴിലാളികൾ കൈവെക്കാത്ത ഏക മേഖലയാണ് സ്വകാര്യ ബസ് വ്യവസായം. ഒരു സ്വകാര്യ ബസ്സിലും ഡ്രൈവറായിട്ടോ കണ്ടക്ടറായിട്ടോ മലയാളി അല്ലാത്ത ഒരു അന്യസംസ്ഥാന തൊഴിലാളി ഉണ്ടാവില്ല. അതേസമയം മറ്റ് സംസ്ഥാനങ്ങളിൽ വലിയ വലിയ ക്രിമിനൽ കേസുകളിൽപ്പെട്ട് അവിടെ പിടിവിട്ടാപ്പുള്ളികളായി ഒളിവിൽ കഴിയുന്ന അന്യസംസ്ഥാന തൊഴിലാളികൾ ഈ കേരളത്തിലെ എല്ലാ മേഖലയിലും തൊഴിൽ ചെയ്യുക. അവർക്കാർക്കും പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വേണ്ട. അതേസമയം ഇവിടെ മലയാളികൾ മാത്രം തൊഴിൽ ചെയ്യുന്ന ഈ മേഖലയിലെ ബസ് തൊഴിലാളികൾക്ക് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വേണം എന്ന് ഈ ഗതാഗത വകുപ്പ് പറയുന്നത് കൊണ്ടുള്ള എന്താണ് ഉണ്ടാവുക? ഈ സമൂഹത്തിന് മുമ്പിൽ ഈ ബസ് തൊഴിലാളികൾ ഒരു സ്ഥിരം ക്രിമിനലാണ്, കുറ്റവാളികളാണ് എന്നൊരു പൊതുബോധം സൃഷ്ടിക്കാനാണ് കഴിയുക. അത് ഏത് സാഹചര്യത്തിലാണ് അവരെ കൊണ്ടുവന്നത്? മറ്റ് ഞങ്ങളുടെ ഡിമാൻഡുകളുമായി ഞങ്ങൾ സമരത്തിലേക്ക് പോകുമ്പോൾ ഞങ്ങളെ കൂടുതൽ ഉപദ്രവിക്കുക. അതുകൊണ്ട് ഇനി ഞങ്ങൾക്ക് ഒരു ബസ് സമരത്തിനല്ല ഞങ്ങൾ പോകുന്നത്, ഞങ്ങൾക്കിത് ഓടിക്കാൻ വയ്യ, ബസ് സർവീസ് നടത്താൻ വയ്യാത്തൊരു സാഹചര്യം. അതുകൊണ്ട് മറ്റ് സംഘടനകളുമായൊക്കെ, നിങ്ങൾക്കറിയാലോ, കുറേ ചെറിയ ബസ് ഉടമ സംഘടനകളൊക്കെ കേരളത്തിലുണ്ടല്ലോ, അവരുമായി കൂടിയാലോചിച്ച് ട്രേഡ് യൂണിയനുമായി, ഇപ്പോൾ ഇന്നലെ ഞങ്ങൾ ചില ട്രേഡ് യൂണിയൻ നേതാക്കന്മാരുമായി ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ അവരും ഞങ്ങൾക്ക് പിന്തുണ നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഈ ഒരാഴ്ചക്കുള്ളിൽ എല്ലാ സംഘടനകളെയും കൂടി യോജിപ്പിച്ച് അനിശ്ചിതകാലത്തേക്ക് ബസ് സർവീസ് നിർത്തിവെച്ചുകൊണ്ടുള്ള ഒരു സമരമല്ലാതെ ഞങ്ങളുടെ മുന്നിൽ വേറെ വഴിയില്ല. ആ ഒരു സമരത്തിന് നിങ്ങളെല്ലാ മാധ്യമങ്ങളെയും പിന്തുണ ഞങ്ങൾക്ക് ഉണ്ടാവണം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരിക്കത്ത് ആ ഡിമാൻഡുകളാണ് ഞങ്ങളുടെ ആവശ്യം. 4 ആവശ്യം. ഒന്ന്, നിലവിലുള്ള ഞങ്ങളെ പക്കാ പെർമിറ്റുകൾ 30-40 വർഷമായി സർവീസ് നടത്തുന്ന ഞങ്ങളെ പെർമിറ്റുകൾ ഞങ്ങൾക്ക് യഥാസമയത്ത് നിലവിലുള്ള കാറ്റഗറിയിൽ പുതുക്കി തരിക. വ്യാജ കൺസെഷൻ ഉപയോഗിക്കുന്ന വിദ്യാർത്ഥികളെ തിരിച്ചറിയുന്നതിന് വേണ്ടി കൺസെഷൻ അർഹതപ്പെട്ടവർക്ക് മാത്രം കൺസെഷൻ നൽകുന്ന ഒരു കൺസെഷൻ സമ്പ്രദായം ഏർപ്പെടുത്തിക്കൊണ്ട് വിദ്യാർത്ഥികളുടെ ടിക്കറ്റ് നിരക്കിൽ വർധന വരുത്തുക. ഈ പോലീസ് ക്ലിയറൻസ് എന്ന ആ തിട്ടൂരം, ഗതാഗത വകുപ്പിൻ്റെ ആ തിട്ടൂരം പിൻവലിച്ച് ഞങ്ങളെ തൊഴിലാളികളും മറ്റ് മേഖലകളിൽ പോയ ഞങ്ങളും സമൂഹത്തിൻ്റെ ഭാഗമാണ് എന്ന് അംഗീകരിച്ച്
ഞങ്ങൾക്ക് മാത്രം. ഇപ്പോൾ നിങ്ങൾക്കറിയാം ഇവിടുത്തെ രാഷ്ട്രീയക്കാരൊക്കെ ഇവിടെ പല പാർലമെൻറ്റിലേക്കും നിയമസഭയ്ക്കൊക്കെ മത്സരിക്കുന്നവരൊക്കെ പല ക്രിമിനൽ കേസിലും പ്രതികളാണ്. അതിനൊന്നും ഇത് പ്രശ്നമില്ല. ഈ മേഖലയിൽ മാത്രമാണ് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്. അത് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല. ഞങ്ങളെ തൊഴിലാളികളും സമൂഹത്തിൽ മാന്യന്മാരായി തൊഴിൽ ചെയ്യുന്ന ആളുകളാണ്. അതുകൊണ്ട് ആ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണമെന്ന ആ ഉത്തരവ് പിൻവലിക്കണം എന്നുള്ള ഈ 4 ഡിമാൻഡ് വെച്ചുകൊണ്ടാണ് ഞങ്ങൾ സമരത്തിലേക്ക് പോകുന്നത്. സിംഗിൾ ബെഞ്ചിൻ്റെയും ഡിവിഷൻ ബെഞ്ചിൻ്റെ വിധി ഉണ്ടായിട്ടും, ഞങ്ങൾക്ക് അനുകൂല വിധി ഉണ്ടായിട്ടും ഈ ഗവൺമെൻറ് എന്തുകൊണ്ടാണ് ഞങ്ങളുടെ പെർമിറ്റ് പുതുക്കി തരാത്തത്? കേരളത്തിലെ പാവപ്പെട്ടവൻ്റെയും പിന്നെ ഒരു സർവീസായി നടത്തുന്ന സ്വകാര്യ ബസ്സിൻ്റെ ഒരു പെർമിറ്റ് പുതുക്കുന്നില്ല. പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു അത്താണിയാണ് കോടതി എന്ന് പറയുന്നത്. ആ കോടതി, ഹൈക്കോടതിൻ്റെ സിംഗിൾ ബെഞ്ചും ഡിവിഷൻ ബെഞ്ചും സ്വകാര്യ ബസ്സുകളുടെ പെർമിറ്റ് പുതുക്കി കൊടുക്കണം എന്ന് പറഞ്ഞിട്ടും ഗവൺമെൻറ്റോ അതിൻ്റെ ഉദ്യോഗസ്ഥരോ പെർമിറ്റ് പുതുക്കി തരുന്നില്ല. പിന്നെ ഞങ്ങൾക്ക് എന്താണ് ഒരു മാർഗം? ഞങ്ങൾക്ക് സമരമല്ലാതെ വേറൊരു മാർഗമില്ല. ഈ ഇന്ന് 31 നാളെ മുതൽ ഞങ്ങൾ RTPCക്ക് എന്തെങ്കിലും ആവശ്യത്തിന് ചെല്ലുകയാണെങ്കിൽ ഈ ക്ലിയറൻസ് കൊണ്ടു കൊടുത്താലേ കഴിയുള്ളൂ. നിങ്ങൾക്കറിയാലോ, ഒരു ക്ലിയറൻസ് കിട്ടണമെങ്കിൽ ചുരുങ്ങിയത് ഒരാഴ്ച കഴിയുമല്ലോ. ഇപ്പം ഇന്ന് എൻ്റെ ഒരു പെർമിറ്റ് പുതുക്കാനോ എനിക്ക് എന്തെങ്കിലും പിന്നെ 700 രൂപ ഫീസും 700 രൂപ സർക്കാരിൻ്റെ ഫീസും അച്ചയിൽ 100 രൂപയും കൊടുക്കണം. അപ്പോൾ 800 രൂപ കൊടുക്കുമ്പോൾ അത് 6 മാസത്തേക്കാണ് വാലിഡ് ഉള്ളൂ. ശരിക്കും ഒരു തൊഴിലാളിക്കാണ് ഇപ്പോൾ ഈ 800 രൂപ. അല്ല, അത് എങ്ങനെ പോയാൽ അച്ഛൻ മുഖേനയും കൊടുക്കുക, പോലീസ് സ്റ്റേഷനിൽ പോയും കൊടുക്കുക, അവനവൻ്റെ മൊബൈലിൽ നിന്നും ചെയ്യാം. പക്ഷേ 700 രൂപ ഫീസ് അടക്കണം. അച്ഛയിൽ പോകുമ്പോൾ 100 രൂപ അവർക്കും കൊടുക്കണം. ഇനി അതല്ല സ്റ്റേഷൻ മുഖാന്തരമാണ് പോകുന്നത് വെച്ചാൽ ഞാനിപ്പോൾ അങ്ങനെ പറയുന്നില്ല. പോലീസ് സ്റ്റേഷനിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് കിട്ടണമെന്നുണ്ടെങ്കിലുള്ള കടമ്പ ഞങ്ങളെക്കാട്ടിലും നിങ്ങൾക്കറിയാം അതിനെന്തൊക്കെ വേണ്ടിയിരുന്നുള്ളത്. അല്ല, പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റാണ്. അതായത് ഇങ്ങേര് ഒരു ക്രിമിനൽ കേസിലും പ്രതിയായിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള നോ ഇൻവോൾവ്ഡ് ക്രിമിനൽ കേസ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള സർട്ടിഫിക്കറ്റ്. ഇല്ലല്ല, ഇപ്പൊ തൽക്കാലത്തേക്ക് 1 മാസത്തേക്ക് നീട്ടിയിട്ടുണ്ട്. ഓർഡർ ഒന്നും അറിയില്ല. തൽക്കാലത്തേക്ക് അടുത്ത 28-ാം തീയതി വരെ നീട്ടിയിട്ടുണ്ട്. ഞങ്ങൾ കൊടുക്കാൻ കഴിയില്ല. പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഞങ്ങളെ തൊഴിലാളികൾക്ക് ഞങ്ങൾ എടുത്തിട്ട് കൊടുക്കാൻ കഴിയില്ല. ഓക്കെ, അതായത് ഞങ്ങൾക്കുള്ള തടസ്സം ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങളെ മേഖലയിൽ മാത്രമാക്കി എന്നുള്ളൊരു തടസ്സം. രണ്ടാമത്തെ ഒന്ന്, ഞങ്ങളെ തൊഴിലാളികൾ ഒന്നുകിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിലെ അംഗങ്ങളായിരിക്കും, അല്ലെങ്കിൽ അനുഭാവികളായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും മതസംഘടനകളിൽ അംഗങ്ങളോ ആയിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും സാമൂഹ്യ സംഘടനകൾ അംഗങ്ങളായിരിക്കും. സ്വാഭാവികമായും കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അത്തരം സംഘടനകൾ ആഹ്വാനം ചെയ്യുന്ന സമരങ്ങളിലും പ്രതിഷേധ പ്രകടനങ്ങളിലും ഉണ്ടാവും. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ തന്നെ 4-5 കേസിൽ തിരുവനന്തപുരത്ത് പ്രതിയാണ്. അവിടെ ചെന്ന് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ പ്രകടനം നടത്തും ഒരു സംസ്ഥാന സെക്രട്ടറി എന്നുള്ളവർക്ക്. ഇപ്പോൾ എനിക്ക് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കിട്ടില്ല, അതിനകത്ത് ഈ ക്രൈം നമ്പർ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഇത്തരം ആളുകൾക്ക് അതുകൊണ്ടാണല്ലോ ഇത് വേറെ മേഖലയിലും നിർബന്ധമാക്കുന്നില്ലല്ലോ. ഇപ്പം ഞങ്ങൾക്ക് മാത്രമുള്ളത് നിർബന്ധം. ഇപ്പോൾ അതേസമയം ഇപ്പോൾ ഞങ്ങളടുത്തത് ആദ്യം പറഞ്ഞിരുന്നത് ബലാത്സംഗം, പോക്സോ, പിന്നെ പിടിച്ചുപറി, ഇത്തരം കാര്യങ്ങളിലുള്ള ആളുകൾ ഗുണ്ടാ പട്ടികയിൽപ്പെട്ടവർ അവരൊന്നും ഞങ്ങൾ തന്നെ തൊഴിലാളികളായി വെക്കുന്നില്ല. പക്ഷെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു ക്രിമിനൽ കേസും ഇല്ല എന്ന് പറഞ്ഞ് സർട്ടിഫിക്കറ്റ് തരണമെങ്കിൽ ഇത്തരം കേസുകളൊന്നും ഉണ്ടാകാൻ പാടില്ല. ഇപ്പോൾ ഒരു പ്രതിഷേധ പ്രകടനം തരണമാകുമ്പോൾ ചിലപ്പോൾ PDP എടുത്തിട്ടാണോ കേസെടുക്കുക? നിങ്ങൾക്കറിയാലോ. ഏതെങ്കിലും രാഷ്ട്രീയ പ്രവർത്തകർക്ക് അല്ലെങ്കിൽ സാമൂഹ്യ പ്രവർത്തകർക്ക് കേസില്ലാതിരിക്കുമോ? പക്ഷെ അത് ഇത്തരം ഈ ഗുണ്ടായിസത്തിൽപ്പെട്ട കേസല്ലല്ലോ. അപ്പോൾ അതാണ് ഞങ്ങൾക്കുള്ള പ്രശ്നം. പിന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഇപ്പം ഗതാഗത മന്ത്രി കഴിഞ്ഞ ഡിസംബർ 16-ാം തീയതി ഒരു പ്രസ്താവന നടത്തിയതാണ്. ഇനിയിപ്പോൾ അതിൻ്റെ ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. എന്താ വെച്ചാൽ ഇപ്പോഴത്തെ ഗതാഗത മന്ത്രിക്ക് നിങ്ങളെ കാണുമ്പോൾ, മാധ്യമങ്ങളെ കാണുമ്പോൾ അദ്ദേഹം എന്തെങ്കിലുമൊക്കെ പറയും, പിന്നെ അത് വെച്ച് നടപ്പാക്കുകയാണ്. അതിൻ്റെ വരായികൾ ആലോചിക്കുന്നില്ല. ഗതാഗത മന്ത്രി ഇപ്പോൾ എന്തെല്ലാം പറഞ്ഞു. ഇപ്പോൾ ഓട്ടോറിക്ഷക്കാർക്ക് മറ്റേ സ്റ്റിക്കർ വെക്കണം, അത് വെക്കാഞ്ഞാൽ പിന്നെ കാശ് കൊടുക്കാതെ ഇറങ്ങിപ്പോകാമെന്ന് മന്ത്രി പറഞ്ഞില്ലേ, അത് നടപ്പാക്കാൻ കഴിഞ്ഞോ? അതേപോലെ മന്ത്രി ഓരോന്ന് മാധ്യമങ്ങളെ കാണുമ്പോൾ പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ബുദ്ധിയിൽ ഉദിച്ച കാര്യം പറയും, അത് പിന്നെ നടപ്പാക്കാൻ കഴിയാത്ത കാര്യങ്ങളാവും. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ ഈ സർക്കാരിനെ ഞങ്ങളെ വരുമാനം നിശ്ചയിക്കുന്ന സർക്കാരാണ്.
ഞങ്ങളെ ചെലവ് നിയന്ത്രിക്കുന്ന സർക്കാരാണ്. അതുകൊണ്ട് സർക്കാർ എന്ത് പറഞ്ഞാലും ഞങ്ങൾക്ക് അനുസരിക്കാൻ ബാധ്യസ്ഥരാണ് എന്നിരിക്കെ ആണ് ഞങ്ങളെ പേരിൽ ഇതൊക്കെ അടിച്ചേൽപ്പിക്കുന്നത്. പിന്നെ ഏതെങ്കിലും നിങ്ങൾ പറഞ്ഞാൽ ഏതെങ്കിലും ഒരു തൊഴിൽ മേഖലയിൽ ഇതുണ്ടോ? ഇപ്പോൾ ഓട്ടോറിക്ഷ തൊഴിലാളികളുണ്ട്, മറ്റേ ടിപ്പർ തൊഴിലാളികളുണ്ട്, പിന്നെ ലോഡിങ് തൊഴിലാളികളുണ്ട്, പിന്നെ കോറി പല തൊഴിലാളികളുണ്ട്. പക്ഷെ ഇവർക്കാർക്കും ഇതില്ലാതെ ബസ് ജീവനക്കാർക്ക് മാത്രം. അതാണ് ഞങ്ങളെ പ്രശ്നം. നേരെ മറിച്ച് ഇവിടെ വന്നിട്ടുള്ള രാഷ്ട്രീയ നേതാക്കൾ ഈ എത്ര കമ്മ്യൂണിക്കേഷനുള്ളവരാണ്? അവരൊക്കെ വന്നിട്ട് നമ്മൾ ഭരിക്കുന്നില്ല. ഇവരെല്ലാം പോലീസ് ക്ലിയറൻസ് ഹാജരാക്കിക്കൊണ്ടാണ് ചെയ്യുന്നത്. കാരണം നമുക്ക് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മേഖലയിൽ മാത്രം ഇങ്ങനെ ഒരു പോലീസ് ക്ലിയറൻസ് വേണമെന്ന് പറയുന്നതിൻ്റെ ന്യായം എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. സ്വതവേ ഈ മേഖലയിൽ തൊഴിലാളികളെ കിട്ടുന്നില്ല. അതുകൊണ്ട് ഒരു കാരണം അപ്പോൾ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് എടുത്തിട്ട് വരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തീരെ ഈ മേഖലയിലേക്ക് തൊഴിലാളികൾ വരില്ല, മറ്റ് മേഖലകളിലേക്ക് പോകും. അതിൻ്റെ ഒരു വശമാണ്. വിദ്യാർത്ഥികളുടെ ബസ് ചാർജ് വർദ്ധിപ്പിക്കണമെന്ന് പറയുമ്പോൾ അത് സംബന്ധിച്ച് മന്ത്രിയും ബസ് ഉടമകളും വിദ്യാർത്ഥികളുടെ ബസ് ചാർജ് വർദ്ധിപ്പിക്കുമ്പോൾ മന്ത്രിയും ബസ് ഉടമകളും വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികളും എല്ലാം ഒരുമിച്ചിരുന്ന ഒരു സമാവേശത്തിലെത്തണ്ടേ? അല്ലാതെ ഒരു ജാതി വർധനം ഉണ്ടായാൽ വിദ്യാർത്ഥികൾ സമൂഹമായി രംഗത്തിറങ്ങിയാൽ എന്ത് ചെയ്യും? അല്ല, ഞങ്ങളത് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾ പല ജില്ലയിലും ഞങ്ങളുടെ ഇതുപോലെ തന്നെ ജില്ല ഇപ്പോൾ കണ്ണൂരിന് ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം നടത്തിയതാണ്. വിദ്യാർത്ഥി നേതാക്കളുമായി ഞങ്ങൾ സംവാദം നടത്തും. അവർ പറയും നിങ്ങൾ പറഞ്ഞത് ന്യായമാണ്. പക്ഷേ ഞങ്ങൾക്ക് വിദ്യാർത്ഥികളുടെ നേതാക്കന്മാരെന്നുള്ളവർക്ക് സർക്കാരിനോട് ഞങ്ങൾക്ക് ആവശ്യപ്പെടാൻ പറ്റില്ലല്ലോ. സർക്കാർ അത് നടപ്പാക്കുമ്പോൾ ഞങ്ങൾ ചില സമരങ്ങളൊക്കെ ഉണ്ടാക്കും. അത് നിങ്ങളൊരു വേറെ കണ്ണൂരുണ്ടോയെന്ന് എനിക്കറിയില്ല. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇതിവിടുത്തെ സർക്കാരോ രാഷ്ട്രീയക്കാരോ മനസ്സിലാക്കിയിട്ടില്ലെങ്കിലും വിദ്യാർത്ഥികൾ മനസ്സിലാക്കിയിട്ടുണ്ട്. കേരളത്തിലെ പല ജില്ലയിലും അവർക്ക് ഈ വിദ്യാർത്ഥികളുടെ ടിക്കറ്റ് നിരക്ക് വെച്ചുകൊണ്ട് സർവീസ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന യാത്രാ സൗകര്യം നഷ്ടപ്പെടുമെന്ന് കരുതി പല ജില്ലയിലും പല റൂട്ടിലും വിദ്യാർത്ഥികൾ സ്വയം 5-10 കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. സർക്കാർ ചാർജ് നിശ്ചയിക്കാതെ തന്നെ അവർ സ്വയം, എന്താ വെച്ചാൽ അവരെ ഉൾനാട്ടിലേക്ക് ബസ് ഉണ്ടാവില്ല. ഡീസൽ അടിക്കാൻ കാശില്ലെങ്കിൽ ബസ്സുകാർ എത്ര കാലം സർവീസ് നടത്തും? അതുകൊണ്ടാണല്ലോ 34,000 8,000 ആയത്. അപ്പോൾ ചില ഉൾപ്രദേശങ്ങളിലേക്കുള്ള ബസ്സുകളിൽ കയറുന്ന വിദ്യാർത്ഥികൾ അവർ സ്വയം അങ്ങോട്ട് 5-10 രൂപ കൊടുത്തുകൊണ്ടാണ് ഇപ്പോൾ പല ജില്ലകളിലും നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതെന്ത് ചെയ്യും? അതൊരു കോളേജ് തിരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ഈ വിദ്യാർത്ഥി യൂണിയൻകാർ എന്ത് ചെയ്യും? അത് ഇല്ലാതാക്കാൻ ശ്രമിക്കും. അപ്പോൾ അത് ശാശ്വത പരിഹാരമായി മാറണം. ഗവൺമെൻറ് അംഗീകൃതമായി നിശ്ചയിക്കണം. ഇനി ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിക്കുക എന്ന് മാത്രമല്ല, വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ ഈ അർഹതപ്പെടാത്ത കുറേ ആളുകളുണ്ട്. ഈ അച്ചാർ കമ്പനി, തുണിഷാപ്പ്, അവിടെ ഇവിടെയൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾ ഓരോ പാരൽ സർവീസിൻ്റെ കാർഡും വാങ്ങിക്കൊണ്ട് കൺസെഷൻ എടുക്കുന്നുണ്ട്. ഇനി അതൊക്കെ പോട്ടെ, വിദ്യാഭ്യാസം നൽകേണ്ട ചുമതല സർക്കാരിനല്ലേ? അപ്പോൾ അവർക്ക് യാത്രാ സൗകര്യം ഏർപ്പെടുത്തേണ്ട സർക്കാരല്ലേ? സർക്കാരിൻ്റെ KSRTC ഇവർക്ക് കൺസെഷൻ കൊടുക്കുന്നുണ്ടോ? അഥവാ കൊടുക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് മുൻകൂട്ടി 3 മാസത്തേക്ക് കാർഡ് കൊടുക്കാം. 3 മാസത്തേക്ക് മുൻകൂട്ടി കാശടക്കണം. അതിൻ്റെ ഡിപ്പോയിൽ പോയാൽ അവർക്ക് 2, 4, 5 പ്രാവശ്യം പോകുന്നുണ്ട്, ഇവരാരും പോകില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ആ ഒരു ഡിമാൻഡ് കൂടി ഉണ്ട്. KSRTCയിലും സ്വകാര്യ ബസ്സിലും ഒരേപോലെ. ഇപ്പോൾ ഒരു വിദ്യാർത്ഥി ബസ് വരുന്നു, കൈ കാണിക്കുന്നു, അവന് KSRTC കയറണം താല്പര്യമാണ്, അത് കയറട്ടെ. സ്വകാര്യ ബസ്സിൽ കയറണം താല്പര്യം ഉണ്ടായി കയറട്ടെ. പക്ഷേ ടിക്കറ്റ് ചാർജ് അപ്പോൾ കൊടുക്കുക. ഞങ്ങളെപ്പോലെ KSRTCയിലും ആക്കണം. അപ്പോൾ എന്താ വെച്ചാൽ സ്പോട്ട് ടിക്കറ്റ് ആക്കിയാൽ KSRTCയിലും കുറച്ചൊക്കെ വിദ്യാർത്ഥികൾക്ക് കയറാം. ഇപ്പം എന്താ വെച്ചാൽ യാത്രക്കാർ KSRTCക്കും വിദ്യാർത്ഥികൾ ഞങ്ങൾക്കും ആ ഒരു അവസ്ഥക്ക് മാറ്റം വരും. ഇവർ വിദ്യാർത്ഥികളെ ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിക്കുക എന്ന് മാത്രമല്ല ഞങ്ങളുടെ ഡിമാൻഡ്. ഇത് അർഹതപ്പെട്ടവർക്ക്, ഇപ്പോൾ നിങ്ങൾക്കറിയാലോ, റേഷനാകട്ടെ എന്ത് സർക്കാരിൻ്റെ ആനുകൂല്യം അതിനൊരു മാനദണ്ഡം ഉണ്ടാവുമല്ലോ. ഇതിനൊരു മാനദണ്ഡമല്ല. ഏത് കോടീശ്വരൻ്റെ മകനും ഈ ടാക്സ് അടക്കാൻ കാശില്ലാത്തവൻ്റെ ബസ്സിൽ കയറിയ കൺസെഷനാണ്. അതിന് സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ സാമൂഹികമായിട്ടോ ഒരു മാനദണ്ഡം നിശ്ചയിക്കും വേണം. ഈ PCC സംബന്ധിച്ച് പറയാനുള്ളത്, PCC സർട്ടിഫിക്കറ്റ് ഒഴിവാക്കിക്കൊണ്ട് ഈ മയക്കുമരുന്ന്, MDMA, മദ്യപിച്ച് വാഹനം ഓടിക്കുക, ഇതിനൊന്നും ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അതിനൊക്കെ കർശനമായ പോലീസിന്റെ കർശനമായ പരിശോധന ആവശ്യമാണ്. നമ്മൾ ഈ അതിനെ പ്രോത്സാഹിപ്പിക്കുക, അതുള്ളത് കൊണ്ടല്ല നമ്മൾ പറയുന്നതിന്റെ കാര്യം. പക്ഷേ ഒരു വിഭാഗത്തെ മൊത്തം ഒരു ക്രിമിനലുകളായി കണക്കാക്കപ്പെടുന്നത് കൊണ്ടാണ് ഇത് ഒഴിവാക്കിക്കൊണ്ട് ഈ തരത്തിലുള്ള പരിശോധനകൾക്ക് ഞങ്ങൾ എതിരേൽക്കുന്നില്ല. അതാണ് നമ്മുടെ ആവശ്യം. അത് ഡേറ്റ് ഞങ്ങൾ ട്രേഡ് യൂണിയൻകാരുമായി ഇവിടെ പ്രധാനപ്പെട്ട CITU, BMS-ഉം INTC ഒക്കെ ഉണ്ടല്ലോ, അവരുമായൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ബസ് ഉടമ സംഘടനകളെല്ലാവരും യോജിച്ചിട്ട് ഇനി അവരെയും കൂടി പിന്തുണയോടുകൂടി സമരം പ്രഖ്യാപിക്കുക എന്നുള്ളിടത്ത് എത്തിയിട്ടുണ്ട്. പക്ഷേ അവരെയും കൂടി ഒരു
ചേർത്ത് നിർത്തിക്കൊണ്ട് കൂടെ തൊഴിലാളികളാണ് ഈ പണി മുടക്കുമ്പോൾ കൂടുതൽ പ്രയാസപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവരെയും കൂടി ഞങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. CIT ആയിട്ട് ഞങ്ങൾ ഇന്നലെ സംസാരിച്ചിരുന്നു. ഇന്ന് അവർ നേതാക്കന്മാർ കൂടി ആലോചിച്ചിരുന്നു. വൈകുന്നേരം എന്നെ വിളിക്കാമെന്ന് പറഞ്ഞതാണ്. 100% അവരാണ് മിഞ്ഞാന്ന് മന്ത്രിൻ്റെ അടുത്ത് പോയിട്ട് ഇത് 1 മാസത്തേക്ക് നീട്ടിപ്പിച്ചത്. ഇതിൽ വേറൊരു അപകടമുള്ള എന്താ അറിയോ? PCC ഇല്ലാത്തതിൻ്റെ പേരിൽ ഞങ്ങൾക്കൊരു PCC ഇല്ലെങ്കിൽ ആ തൊഴിലാളിനെ വെക്കാൻ പറ്റില്ലല്ലോ. ആ തൊഴിലാളിനെ ഞങ്ങൾ പിരിച്ചുവിടാൻ യൂണിയൻകാർ സമ്മതിക്കില്ല. ഞങ്ങൾക്കിപ്പോൾ ഒരു കണക്കിൽ പറയാച്ചാൽ ഒരു പിന്നാമ്പുറത്ത് കൂടെ നോക്കുകയാണെങ്കിൽ 10-15 കൊല്ലം സർവീസുള്ള ഒരു തൊഴിലാളിക്ക് PCC ഇല്ല എന്ന് പറഞ്ഞിക്കാണ്ട് PCC അവനെടുത്തില്ലെങ്കിൽ പിരിച്ചുവിടാമല്ലോ. ഇപ്പോഴത്തെ പോലീസിൻ്റെ നിയമം അനുസരിച്ച്, ഗതാഗത വകുപ്പിൻ്റെ ചിട്ടൂരനുസരിച്ച്. അതിന് യൂണിയൻകാരെങ്ങനെ സമ്മതിക്കുമോ? ഒരു 15 കൊല്ലമുള്ള ഒരു തൊഴിലാളിക്ക് അവന് PCC കിട്ടാൻ ഞങ്ങൾക്കൊന്നും ചെയ്യാമല്ലോ. പിന്നെ ഞങ്ങൾക്ക് എന്തേ മാർഗമുള്ളൂ? അവനെ ഒഴിവാക്കി വേറെ PCC ഉള്ള ആളെ വെക്കണം. അതിനെങ്ങനെ? അതാണ് യൂണിയൻകാരുടെ പ്രശ്നം. അതാണ് വിദ്യാർത്ഥികളുടെ ബസ് ചാർജ് വർധനവ് ഗവൺമെന്റ് ഒഴിച്ചു കഴിയാം. ഇപ്പൊ 14 വർഷമായി വിദ്യാർത്ഥികളുടെ ബസ് ചാർജ് വർധന ഈ ഒരു ടിക്കറ്റ് കിട്ടുന്നു. 14 വർഷമായി. ലോകത്ത് എവിടെയെങ്കിലും ഒരു സാധനത്തിന് ഒരു 10 പൈസ കൂടാതെ ഏതെങ്കിലും ഒരു മേഖലയുണ്ടെങ്കിൽ വിദ്യാർത്ഥികളുടെ ബസ് ചാർജ് ഉണ്ടാവും. 14 കൊല്ലം കഴിഞ്ഞ് വിദ്യാർത്ഥികളെ കളിച്ചിട്ട് പോകാതെ വിദ്യാർത്ഥിക്ക് നേരത്തെ നമ്മളെ സെക്രട്ടറി പറഞ്ഞ പോലെ വിദ്യാർത്ഥികൾക്ക് അറിയാം അവരെ ഡ്രസ്സിന്റെ ഫീസ്, അവരെ സ്കൂൾ ഫീസ്, മറ്റുള്ള ഫീസുകളൊക്കെ ഇടയിൽ ഒരു തുച്ഛമായൊരു പൈസയാണ്. ഇത് വിദ്യാർത്ഥികൾക്ക് പ്രശ്നമില്ല, കുട്ടികൾക്ക് പ്രശ്നമില്ല, കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് പ്രശ്നമില്ല, ആർക്കും പ്രശ്നമില്ല. പ്രശ്നം ഈ വിദ്യാർത്ഥികളുടെ രാഷ്ട്രീയ സംഘടനകൾക്ക് മാത്രമാണ് ഈ കാര്യത്തിൽ പ്രശ്നം. വേറെ ആർക്കും പ്രശ്നം എന്ന് വെച്ചാൽ നമുക്കെല്ലാം സ്വാഭാവികമായി ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം ഈ വിദ്യാർത്ഥികൾക്ക് കൊടുക്കുന്ന ഒരു കൺസെഷൻ 5 രൂപയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഒരു വിദ്യാർത്ഥിക്ക് ഒരു രക്ഷിതാവിനും കുട്ടികൾക്കൊന്നും ഒരു പ്രശ്നവുമില്ല. വെറുതെ ഉണ്ടാക്കുന്ന പ്രശ്നം. അതുകൊണ്ട് എന്താണെന്ന് പറഞ്ഞാൽ ഇനി വിദ്യാർത്ഥി കൺസെഷൻ ഇങ്ങനെ വർദ്ധിപ്പിക്കുകയാണെന്ന് കഴിഞ്ഞാൽ ഈ മേഖല നേരത്തെ പറഞ്ഞ 34,000, 8,000, 7,000, 6,000 ഈ മേഖലകളിൽ യാത്രാ സൗകര്യം ഇല്ലാതാവും. ഇപ്പം തന്നെ എത്ര ബസ്സുകൾ ഇവിടെ പിൻവലിച്ചു പോയി നട്ടം കൊണ്ട്. ആ യാത്രാ മാധ്യമങ്ങളില്ല. ഇപ്പം ഈ ബസ്സുകൾ ഇവിടെ പിടിച്ചു നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ കുറെ ബസ്സുകൾ ഒഴിവായിക്കൊണ്ടാണ്. അതും യാത്രക്കാരെന്ന് പറഞ്ഞാൽ മറ്റു മേഖലകളിലേക്ക് മനസ്സിലാവുക. ഈ കൊറോണ വന്നതിന് ശേഷം സ്കൂട്ടർ, ബൈക്ക്, മറ്റു യാത്രാ മേഖലകളിൽ സ്വന്തം കാറും ഒക്കെ എടുത്ത് യാത്രാ മാർഗം മാറ്റി. അതുകൊണ്ടാണ് നമ്മൾ നിലവിൽ ഓടുന്ന ബസ്സുകൾ പ്രത്യേകിച്ച് ഷോർട്ട് റൂട്ടുകളിൽ സാമ്പത്തികമായി തകർന്നിട്ടില്ല. ടൗൺ ഏരിയയിലെ റൂട്ടൊക്കെ സ്കൂട്ടറും കാറും മറ്റ് ഓട്ടോറിക്ഷയും മറ്റു വാഹനങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി. ബസ്സുകളിൽ യാത്രക്കാരില്ല. 1000, 1100 യാത്രക്കാരുണ്ടായിരുന്നു. ഇപ്പം 600, 650, 550, 600 യാത്രക്കാരാണ് ഒരു ബസ്സിൽ യാത്ര ചെയ്യുന്നത്. അത്ര വേണ്ടി യാത്രക്കാർ ബസ് കുറഞ്ഞിട്ടുണ്ട്. യാത്രക്കാർ മറ്റു മേഖലകളിലേക്ക് മാറിപ്പോവുക.